ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ മാർക്കറ്റിലെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ആയി നോക്കാം. സെൻസസ് 420 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 36,471 ക്ലോസ് ആയിരിക്കുന്നു. നിഫ്റ്റി 122 പോയിന്റ്സ് സെറ്റിലായി 10,739 ക്ലോസ് ആയിരിക്കുകയാണ്. നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ നോക്കാം. 10,638 followed by 10,536. Key resistance level 10,798 and 10,856. ബാങ്ക് നിഫ്റ്റി 1.2% ഗെയിൻ ചെയ്ത് 21,597 ക്ലോസ് ആയിരിക്കുന്നു. സപ്പോർട്ട് ലെവൽ 21,192 and followed by 20,788 ആണ്. Key resistance level 21,836 and 22,075. Call options data. Maximum call open interest 11,000 strike price followed by 10,800 and 11,200. Significant call writing 10,900 followed by 10,700. Call unwinding witness ചെയ്തിരിക്കുന്നത് 11,200 ആണ്. പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 10,500 സ്ട്രൈക്ക് പ്രൈസ് ഫോളോഡ് ബൈ 10,600 ആൻഡ് 10,400. പുട്ട് റൈറ്റിംഗ് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന 10,600 ഫോളോഡ് ബൈ 10,500. പുട്ട് അൺവൈൻഡിങ് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന 10,800 ഫോളോഡ് ബൈ 10,200. ഹൈ ഡെലിവറി പെർസെൻറ്റേജ് തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. കോൺകർ, ദിവിസ് ലാബ്, കോൽപാൽ, ടാറ്റ കൺസ്യൂമേഴ്സ്, നെസ്ലെ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അദാനി പോർട്സ്, BEL, ഗോദ്രേജ്, HDFC തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് ബ്രിട്ടാനിയ, MFSL, ജിൻഡാൽ സ്റ്റീൽ, M&M ഫൈനാൻസ്, നിഫ്റ്റി, മുത്തൂറ്റ് ഫൈനാൻസ്, സിപ്ല, ബാൽക്രിസന്റ് ഇന്ത്യ, മനപ്പുറം, ജസ്റ്റ് ഡയൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് അൺവൈൻഡിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് NIT ടെക്നോളജീസ്, L&T ഫൈനാൻസ്, ഐഡിയ, വിപ്രോ, ഇക്വിറ്റാസ്, റിലയൻസ്, രാംകോ സിമന്റ്, ഓറോ ഫാർമ, ഗെയിൽ, ജൂബിലന്റ് ഫുഡ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഫ്രാടെൽ, അപ്പോളോ ടയേഴ്സ്, MRF, ICICI ബാങ്ക്, BEL, സീൽ, VEDL, ITC, UPL, UBL തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഡിഗോ, മൈൻട്രി, ലൂപ്പിൻ, ചോള ഫൈനാൻസ്, ടാറ്റ കെമിക്കൽസ്, നെസ്ലെ ഇന്ത്യ, സെയിൽ, MGL, RBL ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇക്വിറ്റാസ്, ന്യൂലാൻഡ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈസൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. HCL ടെക്നോളജീസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ICICI ലൊംബാർഡ്, കോഫിഡെ എന്റർപ്രൈസസ്, ഗ്രാന്യൂൾസ് ഇന്ത്യ, ഹാത്വേ കേബിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ന്യൂസ് ബേസ്ഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ സ്റ്റോക്കുകൾ. അഗ്രോടെക്സ് ഫുഡ്സ് ആണ് ആദ്യം പറയേണ്ടത്. രാകേഷ് ആൻഡ് രേഖ ജുൻജുൻവാല സ്റ്റേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. 5.14% ആണ്. ജൂൺ ക്വാർട്ടറിൽ 5.75% ആണ്. മാർച്ച് ക്വാർട്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. എവർ റെഡി ഇൻഡസ്ട്രീസ്, IL ആൻഡ് FS ഫിനാൻഷ്യൽ സർവീസസ് പ്ലഡ്ജ് 1.88 lakh ഷെയർസ് ആണ്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ 16.47% സ്റ്റേക്ക് റിലീസ് ചെയ്തിരിക്കുന്നു. എൻഡ്യൂറൻസ് ടെക്നോളജി കൺസോൾട്ടേഷൻ ഓഫ് പ്ലാന്റ് ഓപ്പറേഷൻസ് ഇറ്റലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്റ്റേക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു. 15.6% ആണ്. മാർച്ച് ക്വാർട്ടറിൽ 13.34%. ഇനി നാളെ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് F&Oയിലെ 6 സ്റ്റോക്കുകളാണ്. ഏതൊക്കെയെന്ന് നോക്കാം. കാനറ ബാങ്ക്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, വോഡാഫോൺ ഐഡിയ, L&T ഫിനാൻസ് ആൻഡ് ഹോൾഡിംഗ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സൺ TV ആണ്. FIDI ഡേറ്റാസ് നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് 1,091 crores ആണ് ഷെയർസ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് ₹1,659.91 crores. ഇനി ഓവറോൾ മാർക്കറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നിഫ്റ്റി 10,700 എബോവ് ആണ് ഇന്ന്
ക്ലോസ് ആയത്. ഒരു ഹാമർ കൈൻഡ് ഓഫ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയത്. US ഷെയർ കുറഞ്ഞിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദി കൊറോണ വൈറസ്. S&P 500 ആണ് 5-week ഹൈ ആണ്. ദാറ്റ് ഈസ് ഷട്ട് ഡൗൺ പല സ്ഥലങ്ങളിലും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു US ഷെയർസ് കുറഞ്ഞത്. 125.92 പോയിന്റ്സ് ആണ് ആവറേജ് ആയിട്ട് ഡൗ ജോൺസ് കുറഞ്ഞിരിക്കുന്നത്. S&P 500 21.88 പോയിന്റ്സ് കുറഞ്ഞു. യൂറോപ്യൻ സ്റ്റോക്കുകൾ അതുപോലെ ഏർണിങ്സ് കുറഞ്ഞിരിക്കുകയാണ്. ഇനി നിഫ്റ്റി 50 ഗെയിൻ ചെയ്തത് ഏതൊക്കെ സ്റ്റോക്കുകൾ, അതായത് ബിയറിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബുള്ളിഷ് ബയാസിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ സിപ്ല, GSW സ്റ്റീൽ, അതുലോട്ടോ, സംഘം, ഗണേഷ് എസ്കോഫിയർ, ഗാലക്സി വെഞ്ചേഴ്സ്, സെനിത്ത് എക്സ്പോർട്സ്, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻ ആണ് ബുള്ളിഷ് ബയാസ് കാണിച്ചത്. മൊമെന്റം ഇൻഡിക്കേറ്റർ മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവർജൻസിൽ ബുള്ളിഷ് ആയിട്ടുള്ള കാണിച്ച സ്റ്റോക്കുകളാണ്. ഇനി സിഗ്നൽ വീക്ക് ആയിട്ട് കാണിച്ച ബിയറിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, നാൽക്കോ, ഇക്വിറ്റാസ് ഹോൾഡിംഗ്, ഭാരതി എയർടെൽ, സിറ്റി യൂണിയൻ ബാങ്ക്, MMTC, ലിബർട്ടി ഷൂസ്, ഇൻഫിബീം അവന്യൂ, അപ്പോളോ മൈക്രോസിസ്റ്റം, വാറോക്ക് എഞ്ചിനീയറിംഗ്, BSE, സുദർശൻ കെമിക്കൽസ് ആണ്. വാല്യൂ ടേംസിൽ മോസ്റ്റ് ആക്റ്റീവ് ആയത് ഇൻഫോസിസ് ആണ് ഫസ്റ്റ്, പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇന്നലെ വരെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു ഫസ്റ്റ് ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇന്നിപ്പോ ഇൻഫോസിസ് ആയി. 8,323.27 crores ആണ് വാല്യൂ ടേംസിൽ. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ബജാജ് ഫൈനാൻസ്, TCS, വിപ്രോ, HCL ടെക്നോളജീസ്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക് ആണ്. ഇനി വോളിയൂം ടേംസിൽ ഏറ്റവും ആക്റ്റീവ് ആയത് വോഡാഫോൺ ഐഡിയ ആണ്. 99.7 crores ആണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻഫോസിസ്, ഫെഡറൽ ബാങ്ക്, BHEL, വിപ്രോ, SBI, ടാറ്റ മോട്ടോഴ്സ്, IDFC ഫസ്റ്റ് ബാങ്ക്, യെസ് ബാങ്ക് 3.82 crores ആണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ICICI ബാങ്ക് ആണ്. ബൈയിങ് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈദ് പാരി, ഇൻഫോസിസ്, ലാർസൺ ആൻഡ് ടോർബോ, ഇൻഫോടെക്, എംഫസിസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിലാണ് സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇനി സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ഉള്ള സ്റ്റോക്കുകൾ നോക്കാം. രാജേഷ് എക്സ്പോർട്സ്, ആർത്തി സർഫക്കൻസ്, BC പവർ കൺട്രോൾ, മിറ്റാൽ ലൈഫ് സ്റ്റൈൽ, ഒമാക്സെ ആണ്. ഇനി ബിയേഴ്സ് ഫേവർ ആയിട്ടുള്ള നോക്കാം. 234 സ്റ്റോക്സ് ആണ് BSE 500 ഗ്രീനിൽ ട്രേഡ് ചെയ്തത്. അതിൽ 263 റെഡിൽ ട്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ബേസിക് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ നാളത്തെ മാർക്കറ്റിൽ അറിയേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ പ്രോഫിറ്റ് വരാനുള്ള ഒരു ഐഡിയ ലഭിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.